എത്ര സിമ്പിളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു നാണിച്ചു വന്ന് നിൽക്കുകയാണ്. അവിടെ ബ്രോക്കറില്ല എന്നല്ല അത്ഭുതം. എന്തിനാ വന്നെന്നറിയോ? നബി തങ്ങളോട് ഒന്ന് ചോദിക്കാൻ, തങ്ങളെ അങ്ങയുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ, ഇത് ചോദിക്കാൻ ഡയറക്റ്റ് വന്നു അലി റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അത് ചോദിക്കാൻ ഒരു മടി വരൂലേ? അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. മാ ജാഅ ബിക യാ അലിയു, അലിയെ വാട്ട്സ് ബ്രോട്ട് യു ഹിയർ, എന്തെങ്കിട്ട് വരാൻ കാരണോ? ലാ ഷൈ, ഒന്നുമില്ല നബി, ഒന്നുമില്ല നബിയെ. ഇനി നോക്കണം, നബി അങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം ഇത് പറയാൻ ഒരു ഭർത്താവാകുന്ന ആൾക്കൊരു മടി വരുമല്ലോ. അതുകൊണ്ട് ആ വാപ്പൊന്ന് സഹകരിച്ചു കൊടുക്കണം. എന്നാ ജിഇത തഖ്തുബു ഫാത്തിമ, ഫാത്തിമാനെ കെട്ടിച്ചൊരുവെന്ന് ചോദിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു നബി അങ്ങോട്ട്. അലി തങ്ങൾക്ക് പറയാനുള്ളത് നബി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നഅം യാ റസൂലല്ലാഹ്, അതന്നെ നബിയെ, എന്റെ ആവശ്യം അതാണ്. എന്താ പഠിക്കാനുള്ളതെന്നറിയോ? ആ വിഷയം പെണ്ണിന്റെ വാപ്പ അങ്ങോട്ട് എളുപ്പാക്കി കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം ആലോചിക്കുമ്പോ ആണിന്റെ വാപ്പ അല്ലെങ്കിൽ ആണ് ആ വിഷയം എളുപ്പാക്കി കൊടുക്കണം, വിഷമം ഉണ്ടാക്കരുത്. അടുത്ത ചോദ്യം, മഹർ കൊടുക്കണ്ടേ അലിയെ? നിങ്ങളുടെ കയ്യിൽ മഹറുണ്ടോ? മഹർ കൊടുക്കണ്ടേ? എന്തെങ്കിലും വിലമതിക്കുന്ന എന്തെങ്കിലും? നബി എന്റെ അടുത്തൊന്നുമില്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മഹർ ഒന്നുമില്ല കയ്യിൽ. തങ്ങൾ ചോദിച്ചു, ഐന ദിർഉക, ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയിട്ടുള്ള അങ്ങയുടെ പടയങ്കി എവിടെ? അങ്ങയുടെ ആമർ ഓഫ് കോഴ്സ്, നിങ്ങളുടെ ആമർ എവിടെ? നിങ്ങളുടെ യുദ്ധത്തിന്റെ പടയങ്കി എവിടെ? അതിനൊരു വിലയും കിട്ടൂല നബി, അതൊക്കെ പൊളിഞ്ഞ പഴയ സംഗതിയല്ലേ. ആ ഒരു 400 ദിർഹം കിട്ടിയാലായി. 400 ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയമാണ്, ദീനാറാണെങ്കിൽ സ്വർണ്ണ നാണയം. ഹാച്ചി ഇങ്ങനെ കൊണ്ടുപോവാ. തങ്ങളത് ആരോട് ചോദിച്ചു, ആരെങ്കിലും ഇത് വാങ്ങിക്കോ? ഒരാൾ വാങ്ങിച്ചു, 400 കൊടുത്തു, മതി, മഹറായില്ലേ, കല്യാണം കഴിച്ചു വെക്ക്. അലി തങ്ങളെ ഇരുത്തി നബി തങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. 2 സാക്ഷികളുണ്ട് അവിടെ. കല്യാണം കഴിഞ്ഞു. അലി തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും കല്യാണം കഴിഞ്ഞു. റബ്ബേ, നമ്മളെ നാട്ടിലെ കല്യാണം കഴിഞ്ഞെങ്കിൽ എത്ര ഇടങ്ങാറാവണം. കല്യാണം കഴിഞ്ഞു, അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഒരു സദ്യ, പിന്നെ കല്യാണത്തിന്റെ ഫുഡ് നമുക്ക് എത്ര കാറ്ററിങ്ങിന് കരാർ കൊടുക്കേണ്ടത്, പന്തൽക്ക് ഇപ്പൊ എത്ര കൊടുക്കുക, ജ്വല്ലറിക്കാരോട് ഇപ്പൊ എത്ര വേണമെന്നപ്പോ ആദ്യം ഓർഡർ ചെയ്യേണ്ട കിലോ കണക്കിന് വേണ്ടത്. എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ? അതൊക്കെ വേറെന്തെങ്കിലും ചെയ്തിട്ട് നല്ല വഴിക്ക് കൊടുത്തുകൂടായിരുന്നോ? കല്യാണം കഴിഞ്ഞ് അന്ന് നബി തങ്ങൾ പറഞ്ഞു, അലിയെ, ഫാത്തിമ, ഞാൻ വരുന്നത് വരെ ലാ തുഹ്ദിസാ ശൈഅൻ, നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ കടന്നു വരുന്നവരെ, കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയാവാൻ പോവാ, പിന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോവാണേ, ഞാൻ വരുന്നവരെ ഒന്നും തുടങ്ങണ്ട എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. രാത്രിയായിട്ടുണ്ട്, ഒരുമിച്ച് റൂമിൽ ഇരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ തുഹ്ദിസ, ഞാൻ വരുന്നുണ്ട് കേട്ടോ. അമ്മോശനാണ് ഈ വരുന്നത്. അമ്മോശൻ 2ാം നമ്പറും പെണ്ണിന്റെ ആണിന്റെ പുരക്കാരൊക്കെ ഒരു വല്ല ഹൈ ക്വാളിറ്റി അങ്ങനെയൊന്നും ഇല്ലടോ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഏർപ്പാടാ. അവര് മനുഷ്യരല്ലേ, ഒരു മോളുണ്ടെന്ന് വിചാരിച്ചാൽ അവർക്ക് എങ്ങനെ ഇൻഫീരിയർ ആവുക, നീ എങ്ങനെ സുപ്പീരിയർ ആവുക? പെണ്ണിന്റെ വാപ്പയാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങളാണ് കടന്നു വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോടും ഫാത്തിമ ബീവിയോടും നിങ്ങളൊന്നും ചെയ്യല്ലേ, ഞാൻ വരുന്നവരെ എന്ന് പറഞ്ഞ നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ 2 പേരുടെയും തോളിൽ കൈവച്ചിരുന്നു. നബി തങ്ങളുടെ കാലിന്റെ അടിഭാഗത്തെ തണുപ്പ് ഞങ്ങൾ 2 പേരും അറിഞ്ഞു. നബിയുടെ കാല് എന്റെ കാലിലേക്കും മറുവശം അലി തങ്ങളുടെ കാലിലേക്കും തട്ടുമ്പോൾ കാലിന്റെ തണുപ്പ് ഞങ്ങൾ അറിഞ്ഞു. തോളി കൈവച്ചിരിക്കുകയാണ്. അല്ലാഹുമ്മ, പടച്ചവനെ, ദുആ ചെയ്യുന്നുണ്ട് നബി തങ്ങൾ. ഇതാണ് അവിടെ വേണ്ടത്, ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇന്ന അലിയൻ ലഅഹബ്ബുൻ നാസി ഇലയ്യ, അല്ലാഹുവേ, അലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. അല്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അലിയെ നീ തൃപ്തിപ്പെടണം പടച്ചവനെ. വഇന്ന ഫാത്തിമ, ഫാത്തിമ ബീവി എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. അല്ലാഹ്, ഫാത്തിമയെ നീയും ഇഷ്ടപ്പെടണേ. ആദ്യത്തെ ദുആ. അലിയെ, നിങ്ങൾ കൈ തരൂ, ഫാത്തിമയുടെ കൈ പിടിച്ചേക്കണം. 2 പേരും കാവൽ ചോദിച്ചേക്കണം, അല്ലാഹുവിനോട് കാവൽ ചോദിച്ചേക്കണം. അതുകൊണ്ട് അലിയെ, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയുടെ തലയിൽ കൈവെക്കൂ, നിങ്ങളുടെ വലത് കൈ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചൊല്ലിയേക്കണം. ഞാൻ ചൊല്ലാം നബിയെ. ഫസ്റ്റ് നൈറ്റ് ആണ് ഈ കാണുന്നത്. കൈവെക്കാൻ വേണ്ടി പറഞ്ഞു തലയിൽ. അല്ലാഹുമ്മ, പടച്ചവനെ,
ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജുബിലത അലൈഹാ. പടച്ചവനെ, ഈ ഫാത്തിമാക്ക് എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈർ നീ എനിക്ക് തരേണമേ. അവരിലൂടെ എന്തെല്ലാം ഖൈറുകൾ വരുമോ ആ ഖൈറുകളും എനിക്ക് തരേണമേ. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജുബിലത അലൈഹാ. അവരിൽ നിന്ന് എന്തെങ്കിലും ഷർറുണ്ടാകുമെങ്കിൽ നീ ഞങ്ങളെ കാക്കണേ. അവർ കാരണമുണ്ടാകുന്ന ഷർറിൽ നിന്നും കാക്കണമേ. ദുആ ചെയ്തു. എന്തായി ദുആ എന്നറിയോ? ഫാത്തിമ ബീവിയിൽ എന്തെല്ലാം ഖൈറുണ്ടോ അതും, തന്റെ ഭാര്യയിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ അതും, ഭാര്യ കാരണമുണ്ടാകുന്ന ഖൈറുകൾ എന്തൊക്കെയുണ്ടോ അതും നീ തരണേ അല്ലാഹ്. പിന്നെ ഇവളിൽ എന്തെങ്കിലും ഷർറുണ്ടെങ്കിൽ, അവൾ എന്നെ നാവിൽ ലൈസൻസ് ഇല്ലാത്ത പെണ്ണാണ് ഇവന്റെ ഭാര്യയെങ്കിൽ, പടച്ചവനെ ഇവളുടെ നാവ് കാരണം എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അത് വരാതെ കാക്കേണമേ. വശർരി മാ ജുബിലത അലൈഹാ. ഇവൾ ഫിത്നയും ഫസാദും വരത്തിയിട്ട് എന്റെ കുടുംബം കലക്കുന്ന അവസ്ഥ എന്റെ പെണ്ണിൽ നിന്നുണ്ടാകരുതേ പടച്ചവനെ എന്ന് ചെറുപ്പക്കാരാ നമ്മൾ ദുആ ചെയ്യുമ്പോ അതാണ് ഈ ദുആഇന്റെ അർത്ഥം. ഫാത്തിമ ബീവിയിൽ അങ്ങനെ ഷർറൊന്നുമില്ലല്ലോ. ബിദ്അത്തല്ലേ, ഹബീബിന്റെ നൂറിന്റെ കഷ്ണമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പക്ഷേ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. എല്ലാ ഭാര്യമാരും ഫാത്തിമ ബീവിയാണോ? അല്ല. എല്ലാ ഭർത്താക്കന്മാരും അലി തങ്ങളാണോ? അതുമല്ല. എന്നാ പിന്നെ ദുആ ചെയ്ത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിക്കോളി. ആദ്യത്തെ രാത്രി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് 2 റക്അത്തെങ്കിലും ഇന്നത്തെ രാത്രി നിസ്കരിക്കണം കേട്ടോ. ഞങ്ങളുടെ നിർദ്ദേശം. ഒതുകൊടുത്തോളൂ രണ്ടാളും. 2 റക്അത്ത് സുന്നത്ത്. ഭർത്താവ് ഇമാമ്, ഭാര്യ മഅ്മൂമ്. സുന്നത്ത് നിസ്കാരത്തിൽ ഇമാം മഅ്മൂമൊന്നുമില്ല. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവല്ലേ, നിങ്ങൾ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. 2 റക്അത്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കുടുംബജീവിതം ആരംഭിച്ചോളൂ. നിങ്ങൾ കുടുംബത്തിലേക്ക് കടക്കുന്നത് ഒരു ഭാര്യയെ തന്റെ മണിയറയിലേക്ക് സ്വീകരിച്ചിരുത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് കള്ളുകുപ്പി പൊട്ടിക്കലാണോ സഹോദര? അവൾക്ക് മോശപ്പെട്ട ഫിലിം കാണിച്ചു കൊടുക്കലാണോ ചെറുപ്പക്കാരാ? അവരുടെ കയ്യിൽ തലവെച്ച് ദുആ ചെയ്യാനല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജുബിലത അലൈഹാ വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജുബിലത അലൈഹാ. എന്നിട്ട് രണ്ടുപേരും wudu എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായില്ലേ? ആ മോളിലൂടെയല്ലേ ഹസൻ ഹുസൈൻ എന്ന 2 പൊന്നുമക്കൾ ജനിച്ചത്? ആ മക്കളിലൂടെയല്ലേ ഇന്ന് ലോകത്തുള്ള സർവ്വ തങ്ങന്മാരും സയ്യിദന്മാരും കടന്നു വരുന്നത്? ഈ ഫാത്തിമ ബീവിയുടെ ചോരയിലൂടെയല്ലേ? ഖൈറഹാ വഖൈറ മാ ജുബിലത അലൈഹാ. ഫാത്തിമ ബീവിയിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഖൈറും അവരിൽ ഉള്ള ഖൈറും എനിക്ക് തരേണമേ എന്ന് ദുആ ചെയ്ത ആദ്യത്തെ ദുആഇന്റെ ഫലമാണ് ഇന്ന് ലോകത്തുള്ള തങ്ങന്മാർ സയ്യിദന്മാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരമ്പരയിലൂടെ വരുന്നവരല്ലയോ റസൂലിന്റെ മക്കൾ, നബി തങ്ങളുടെ പേരക്കുട്ടികൾ. ആൺമക്കളുടെ വന്നാലേ സാധാരണഗതി പരമ്പര നിലനിൽക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ ഇത് ബാധകമല്ല. നബിയുടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും തങ്ങളുടെ ചോരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ പെൺകുട്ടിയല്ലേ നബിന്റെ മോള്, നബിന്റെ മകന്റെ പരമ്പരയല്ലോ, ചോദ്യം വരൂല. ലോകത്താരും ഇത് ചോദിച്ചിട്ടില്ല. അതാണ് അത്ഭുതം. എന്തെന്നറിയോ? തങ്ങൾക്കിത് ബാധകമല്ല. തങ്ങളുടെ മോൾ തങ്ങളുടെ മോനെ പോലെ തന്നെ ആയിക്കോട്ടെ, തങ്ങളുടെ ചോരയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.